വയസ്സുകാലത്ത് ഒരു മുതുകൂത്തും കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കങ്ങും വേണ്ട. കഴിച്ചോ, ഞാൻ നിനക്കും കൂടി വേണ്ടിയാ എടുത്തോണ്ടത്. കഴിച്ചോ കഴിച്ചോ. എന്താ രണ്ടുപേരും കൂടി ലവ് സീനാണല്ലോ? ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോ തമാശകളെ. അല്ല, മോളെന്താ വൈകിയ? വഴിയിൽ പഴയൊരു കൂട്ടുകാരിയെ കണ്ടു. ചേച്ചി എവിടേക്കമ്മേ? ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചായിരുന്നു? 3-4 പിടി ചോറുണ്ട്. ഈ കായൽ മീൻ കറി വെച്ചത് അത്ര പിടുത്തമല്ലെന്ന് തോന്നുന്നു. ഊണ് കഴിഞ്ഞ് അല്പം കിടക്കട്ടെ എന്ന് കരുതിയപ്പോഴാ വൈറ്റിയണ്ണിയെ കാണാൻ വിരുന്നുകാരി വന്നത്. വിരുന്നുകാരിയോ? അതാരാ ചേച്ചിയെ കാണാൻ? മോളെ അകത്തോട്ടിയല്ലേ, അവരവിടെ തന്നെ ഉണ്ട്. ദേ മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആന്റി നോക്കി ചിരിച്ചേ. ഇനി മുഖം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നേരെ നോക്കണ്ടേ മോളെ. ഇനി ഇങ്ങോട്ട്. ആഹാ, മോള് വന്നോ? ഞാൻ മോളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. എന്നും ഈ സമയത്താണോ വരുന്നത്? ഈ കമ്മയ്ക്കും സുന്ദരമാമനും കടയിൽ പോകാനുള്ളതല്ലേ? അല്ലെങ്കിൽ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. മെനഞ്ഞാന്ന് കണ്ടപ്പോ ഇക്കാമ്മച്ചി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിരുന്നു. കേട്ടപ്പോ ആന്റിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഈ ചേച്ചിയും കൊണ്ട് മോൾ എന്തോരം കഷ്ടപ്പെട്ടു. സാരമില്ല മോളെ, ഈ ചീത്ത സമയമൊക്കെ അങ്ങ് മാറും. എന്ത് വന്നാലും മോളുടെ ഈ ധൈര്യം കൈവിട്ട് കളയരുത്. ആ, മോളുടെ കൂട്ട് ആന്റിക്കും ഇതുപോലെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടായിരുന്നു. ജീവിതം അടുത്ത് എത്രയോ തവണ ചത്ത് കളയാന്ന് തീരുമാനിച്ചെന്നറിയോ? പക്ഷേ മനക്കരുത്ത് കൊണ്ട് എല്ലാം ഞാൻ തരണം ചെയ്തു. മോളും അതുപോലെ വേണം ചിന്തിക്കാൻ. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെ ആന്റി തീരുമാനിച്ചിരിക്കുന്നത്. മിടുക്കി. നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ മതി. വഴിയൊക്കെ ആ സമയത്ത് ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചു തരും. അയ്യോ, ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ഈ ഇട്ടാവട്ടത്ത് ഒരു പ്രഗ്നന്റായ പെണ്ണിനെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവാൻ മോള് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഇതൊക്കെ തന്നെ ധാരാളം ആന്റി. പിന്നെ ഇക്കാമച്ചി സുന്ദരമാമനും ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലതാനും. അങ്ങനെ ബെഡ്ഷീറ്റിന്റെ കാര്യം ഓർത്താണ് നിങ്ങൾ ഇവിടെ ചുരുങ്ങുന്നതെങ്കിൽ മോളൊരു കാര്യം ചെയ്. ചേച്ചിയെ വിളിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് അവിടെ കൂടാം. അവിടെയാണെങ്കിൽ ഞാനും അമ്പിയേട്ടനും പിന്നെ മോളുടെ പ്രായത്തിലുള്ള 2-3 പെൺകുട്ടികളെ ഉള്ളൂ. മക്കളല്ല കേട്ടോ, ഏതോ കോഴ്സിനൊക്കെ പഠിക്കുന്നവരാ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചില സഹായങ്ങൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മോളും ചേച്ചിയും കൂടെ അങ്ങോട്ട് പോരുന്നേ. ഹാ, വാടകയൊന്നും വേണ്ട കേട്ടോ. അത് വേണ്ട ആന്റി, ഞങ്ങൾക്കിതാ സൗകര്യം. ധൃതി കൂട്ടണ്ട. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോ മതി. ആന്റിക്ക് ഇവിടെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവരോട് ആരടുത്തെങ്കിലും പറഞ്ഞ് മോക്ക് നല്ലൊരു ജോലി ചെരിപ്പെടുത്താൻ പറ്റുമെന്ന് ആന്റി ഒന്ന് നോക്കട്ടെ. വേണ്ട ആന്റി, ആന്റി വെറുതെ ബുദ്ധിമുട്ടണ്ട. അഥവാ ആരെങ്കിലും ജോലി തരാൻ തയ്യാറായാൽ തന്നെ 1 മാസം പോലും ചിലരവിടെ ജോലിയെ സമ്മതിക്കൂല. അതാ ഇതുവരെയുള്ള എന്റെ അനുഭവം. അതുകൊണ്ടാ ഞാൻ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി അത് മാറ്റുന്നുമില്ല. മോള് വിഷമിക്കണ്ട, ഒക്കെ നേരെ ആവൂന്നേ. ദേ, ആന്റി ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി മോളും കൂടെ കഴിക്കണം കേട്ടോ. ദാ, ഇത് മോളുടെ കയ്യിലിരിക്കട്ടെ. ആന്റിയുടെ ഒരു സന്തോഷമാ. ഇത്തിരി കാശാ. അയ്യോ വേണ്ട ആന്റി, ഇപ്പൊ ആവശ്യത്തിനുള്ളതൊക്കെ ജോലി ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഇതുകൂടി ഇരുന്നോട്ടെ. വേണ്ട ആന്റി, ഒന്നും തോന്നരുത്. ഇപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ലാഞ്ഞിട്ടാ. എന്ന ആവശ്യം വരുമ്പോ ആന്റിയോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. ആ, ഇനി ഇപ്പൊ ഇടയ്ക്ക് ഇതുവഴി വരുമ്പോ ഞാൻ കയറാം. എന്താവശ്യം വന്നാലും ആന്റിയെ വിളിക്കാൻ മടിക്കരുത്. നമ്പർ ഇക്കാമച്ചിയുടെ കയ്യിലുണ്ട്. ശരി, എന്നാ പോട്ടെ. നമ്മൾ ആവശ്യപ്പെടാതെ സഹായവുമായി ഇങ്ങോട്ട് വരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായല്ലോ. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹങ്ങളായിരിക്കും അല്ലേ ചേച്ചി? എന്തോതാ വലിയൊരു ആലോചന? അതോ മിന്നുകെട്ടിന് ആരൊക്കെ വന്നൊന്ന് കണക്കെടുക്കുവാണോ? എന്നോടൊന്നും പറയാനില്ലേ? ഞാനെന്താ
എന്ത് പറയാനാ? നടന്നതൊക്കെ സത്യമാണെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരാൾ എന്നെ കാണാൻ വന്നതും ഇന്ന് പള്ളി വെച്ച് മിന്നു കെട്ടിയതും ഇപ്പൊ ഈ മുറിയിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തോന്നുക എനിക്ക്. അയ്യോ, എല്ലാം അങ്ങനെ സ്വപ്നമായിട്ട് തോന്നിയാ ഞാൻ ചുറ്റിപ്പോകത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല. ഈ ജന്മത്തിൽ എന്റെ കഴുത്തിൽ ഒരു മിന്നു വീഴുന്ന് പ്രതീക്ഷിച്ചതേ അല്ല. വന്നവരൊക്കെ ഈ ചട്ടുകാലി പെണ്ണിന്റെ തൂക്കത്തിനൊപ്പം പൊന്നിനും പണത്തിനും വിലപേശി പോയത്. മടുത്തപ്പോ ഞാനായിട്ട് അമ്മച്ചിയോടും അപ്പച്ചനോടും പറഞ്ഞതാ ഇനി ഈ പരിപാടിക്കില്ലാന്ന്. എനിക്ക് ആലോചന വന്നപ്പോഴും ആദ്യം ഞാൻ നോ പറഞ്ഞതാ. എന്നിട്ട് അതേ നോ തന്നെയാണോ എപ്പോഴും പറയാൻ തോന്നുന്നത്? ഹാവു, രക്ഷപ്പെട്ടു. എന്റെ ടെൻഷൻ ഇപ്പൊ അതൊന്നുമല്ല. ഇന്നലെ വരെ എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ അത് പോരല്ലോ. ദേ, ഇയാളോടൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുക. ഞാനൊരു പ്രത്യേക ടൈപ്പാ. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ഞാൻ ഒറ്റൊരു പോക്കായിരിക്കും. പിന്നെ ആ ഒരു കാര്യം കരക്കടുപ്പിച്ചിട്ടേ തിരിച്ചു പോരൂ. അതിനിടയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടുപോകും. മനഃപൂർവ്വമല്ല, പണ്ടേ അതാണ് ശീലം. അതിപ്പോ ഗൾഫിലായാലും നാട്ടിലായാലും എല്ലാം കണക്കാ. അല്ല, ആദ്യ രാത്രിയിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. പക്ഷേ ഒരു കാര്യത്തിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? ഈ വീടും അപ്പച്ചനും അമ്മച്ചിയും ഇച്ചായനും പിന്നെ കുറെ മിണ്ടപ്രാണികളുമാണ് എന്റെ ലോകം. അതുപേക്ഷിച്ച് വേറെ എങ്ങോട്ടും എന്നെ കൊണ്ടുപോകരുത്. അത് മാത്രം എനിക്ക് പറയാനുള്ളത്. മിന്നിട്ട് ഉറപ്പിച്ചത് മുതൽ എനിക്ക് പേടിയായിരുന്നു. എന്തിന്? ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകുമ്പോ ഒപ്പം പോരാൻ പറയുമോന്ന് പേടിയാ എനിക്ക്. എന്നാ ആ പേടി ഇനി വേണ്ട. ഇവിടെ വിട്ട് നിന്നെ ഇനി എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. പോരെ? അലൻ ഒന്ന് മനസ്സ് വെച്ചാൽ, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. ആർക്കു വേണ്ടിയാണോ അലൻ എന്നിൽ നിന്നും അകലം പാലിക്കുന്നത്, അവരൊക്കെ അലന്റെ ജീവിതത്തിൽ നിന്നും എന്നെ മാറിക്കഴിഞ്ഞു. ഇനി മാറേണ്ടത് അലനാ. അതിന് അലൻ തയ്യാറാവുമെങ്കിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാ. ജീവിതത്തിൽ അലനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ അനിയത്തിയാണെന്ന് എനിക്കറിയാം. അനിതയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയ ദിവസം എന്ന്. ആ ദിവസം തന്നെ നമുക്കൊരു തുടക്കമാക്കിക്കൂടെ? സോറി, എനിക്കതിന് കഴിയില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ. ഒക്കെ നല്ല കാര്യങ്ങളാ. എല്ലാം മറന്ന് പുതിയൊരു തുടക്കം, സന്തോഷകരമായൊരു ജീവിതം, ഒക്കെ ശരിയാ. പലപ്പോഴും ഞാനും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഐ കാണ്ട്, കഴിയില്ല. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആഗ്രഹിച്ചാൽ കൂടി അവളെ ഇനി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? എത്ര തവണ ആട്ടിപ്പായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്തിനാ ഇങ്ങനെ? നീ പറയുന്നതൊക്കെ ശരിയാണ് നിന്റെ കാഴ്ചപ്പാട് ചിന്തിക്കുമ്പോൾ. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർ ചെയ്തതാ ശരി. സ്വന്തം ചേച്ചിയെ പറഞ്ഞു മോഹിപ്പിച്ച് ഒടുവിൽ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവനോട് ആ കുട്ടി പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇനി അതൊക്കെ മനഃപൂർവ്വം മനസ്സിൽ നിന്നും എടുത്തു കളയണമെന്ന്. പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റാതെ പോയ ലോകത്തിലെ ആദ്യത്തെ പുരുഷനൊന്നും അല്ലല്ലോ നിങ്ങൾ. വേണ്ട സേന, 1000 ആവർത്തി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ ഇതൊക്കെ. വീണ്ടും എന്തിനെങ്ങനെ വിഴുപ്പലക്കുന്നത്? മനസ്സിൽ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് നിന്റെ ഈ ക്ഷണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്താൽ കൂടി നിന്നോട് നീതി പുലർത്താൻ എനിക്ക് കഴിയില്ല. എല്ലാത്തിനുമുപരി മനസ്സെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. പ്ലീസ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക.
ഒരു കവർ എടുക്കാൻ? അയ്യോ ഇല്ലല്ലോ ആന്റി, ഓർഡർ അനുസരിച്ചുള്ള പാക്കറ്റേ എടുക്കാറുള്ളൂ. വേണമെങ്കിൽ നാളെ മുതൽ തരാം. എങ്കി ആയിക്കോട്ടെ. അടുത്ത വീട്ടുകാരാ പറഞ്ഞത് പത്രം ഇടുന്നതിനൊപ്പം പാലും കിട്ടുമെന്ന്. മോള് ഇവിടെ ഉള്ളതാണോ? ഇവിടെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. ഞാൻ കുറച്ച് അപ്പുറത്ത് ആന്റി താമസം. ഒരാഴ്ചയായിട്ട് ഞാനാ ഇവിടെ പത്രം ഇടുന്നത്. ഓ അത് ശരി. എന്താ മോളുടെ പേര്? ഗൗരി. ഹലോ ഭാഗ്യക്കുറി, താനെന്താണോ ഇവിടെ? നിനക്ക് ഈ കുട്ടി അറിയോ? കൊള്ളാം, അറിയാമോന്നാ. അമ്മയ്ക്ക് ഇത് ആരെന്ന് മനസ്സിലായില്ലല്ലേ? അന്ന് ഞാനൊരു മാല മോഷണത്തിന്റെ കേസ് അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ? ആ അന്ന് ആ തമിഴത്തിൽ മോഷ്ടിക്കുന്നത് ഈ കുട്ടിയാ കണ്ടത്. അല്ല, ഇതെന്താ പാലും പത്രമൊക്കെ ആയിട്ട്? ലോട്ടറി കച്ചവടം കൂടാതെ ഇങ്ങനെ ചില ജോലിയും കൂടി ഉണ്ട് സർ. അന്ന് നമ്മുടെ ശംഭുവിനെ ആ മാലക്കേസിൽ നിന്ന് രക്ഷിച്ചില്ലേ, ആ മോളാമേ. ഞാനൊന്ന് കാണട്ടെ മിടിക്കേ. എന്റെ മോളെ, നിന്നെ ആ സമയത്ത് കൃഷ്ണഭഗവാനായിട്ട് എത്തിച്ചതാ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കുട്ടിയെ എല്ലാരും കൂടെ തല്ലിച്ചഴച്ചേനെ. 2-3 ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് തല്ലി നിക്കാന്ന് കരുതാം. ഇത് അതുപോലെയാണ് ഒരു ആൾക്കൂട്ടം എന്നൊക്കെ പറയുമ്പോ. ആ പിന്നെ തല്ലി നിൽക്കുന്ന ഒരാളെ ചുമ്മാ ഗമ പറയാ മോളെ. അടിന്ന് എഴുതി കാണിച്ചാ മതി, ഓടും ഇവൻ. ഭയങ്കര പേടിത്തോണ്ടാ. അമ്മേ, നീ പോടി, എന്റെ മോനെ കളിയാക്കാതെ. കവലെ കടന്ന് അടിയുണ്ടാക്ക അവന് പറ്റുമോ മോളെ? വലിയ ഓഫീസറായിട്ട് ഇരിക്കുന്നവർക്ക് അതൊക്കെ ചേർന്ന പണിയാണോ? അല്ലേ മോളെ? അവനെന്റെ നിലയും വിലയൊട്ട് പെരുമാറണ്ടേ? അല്ല, മോളെന്താ ഇവിടെ? അതാ അതിലും വലിയ രസം. ഈ മോളാ കുറച്ചു ദിവസമായിട്ട് നമുക്ക് പത്രം ഇടുന്നത്. നാളെ മുതൽ പാലും പറഞ്ഞിട്ടുണ്ട്. ഇയാളെവിടെ പത്രം ഇടുന്നോ? എന്നിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് നീ മൂട്ടില് വെയിലടിക്കുന്നവരെ കിടന്ന് ഉറക്കല്ലേ, പിന്നെങ്ങനെ അറിയാനാ? അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫീസിൽ അവന് ഭയങ്കര തിരക്കല്ലയോ. രാത്രി ഒരു നേരാവും എന്റെ കുഞ്ഞു ഉറങ്ങാൻ. അതിന്റെ ക്ഷീണം കാണാതിരിക്കോ? അയ്യോ, എന്റെ കടലക്കറി കരിഞ്ഞു കാണും. അങ്ങനെ തന്നെ വേണം. വർത്താനം തുടങ്ങിയ ഇങ്ങനെ. അകത്ത് വന്നേരെ കേട്ടോ. എന്താ മുത്തശ്ശിയുടെ പേര്? കാർത്യായനി. ഈ കുരുത്തം കെട്ടവൻ എന്നെ കാർട്ടൂണാ വിളിക്കുക. അവന്റെ അപ്പൂപ്പനും അങ്ങനെ ആയിരുന്നു. ഞാനോർത്തു എന്റെ പേര് തന്നെ ആയിരിക്കുന്നു, ഗൗരിന്ന്. അത് പിന്നെ ഇടയ്ക്ക് സ്നേഹം കൂടുമ്പോ ഞാൻ ഗൗരിന്ന് വിളിക്കാറുണ്ട്. അല്ലേ അമ്മൂമ്മേ? നീ പോടാ, നീ ഉറക്കട്ടി പോലും അങ്ങനെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. മുത്തശ്ശിക്ക് ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ശീലമുണ്ടോ? ലോട്ടറിയോ? എന്റെ കൃഷ്ണ, ഈ നിമിഷം വരെ ഞാനൊരു ഭാഗ്യക്കുറി കൈകൊണ്ട് തൊട്ടിട്ടില്ല. മോളെന്താ ചോദിച്ചത്? ഏയ്, എന്തോ മുത്തശ്ശിയെ കണ്ടപ്പോ അങ്ങനെ തോന്നി, വെറുതെ ചോദിച്ചതാ. ഞാൻ പോട്ടെ മുത്തശ്ശി. ലോട്ടറി എടുക്കണം തോന്നിയാ പറയണം, ഞാൻ കൊടുത്തുവിടാം. ഓ പോട്ടെ. ഈ കാർത്തു എല്ലാം കുളമാക്കിയല്ലോ. ഞാനെന്ത് കൊളാക്കിയെന്നാ? എന്റെ ടൈമേ മുഴുവൻ തെറ്റിയില്ലേ? ഇനി ഞാൻ ഇപ്പൊ ഓഫീസിൽ പോനാ കാർത്തു? അത് ഞാനാണോടാ കൊളാക്കിയത്? പിന്നെ? നീ ആ പെങ്കൊച്ചിന്റെ വായി നോക്കി നിന്നിട്ടല്ലോടാ. ആ പ്രായം അതല്ലേ, നോക്കും നോക്കും. നല്ല സുന്ദരി കുട്ടിയാ. പ്രാരാബ്ധക്കാരിയാണെന്ന് പറയത്തേയില്ല. അതിന് മുത്തശ്ശിയോട് ആര് പറഞ്ഞു ആ കുട്ടി പ്രാരാബ്ധക്കാരിയാണെന്ന്? അതിനെ ആരേലും പറഞ്ഞിട്ട് വേണോടാ. കോടീശ്വരികൾ ആരേലും പാലും പാത്രവും കൊണ്ട് കണ്ടവന്റെ വീട് നരങ്ങാൻ പോവോ? ഇവനൊരു പൊട്ടൻ. എക്സ്ക്യൂസ് മീ. ഹായ് അലൻ, ഹൗ ആർ യു മാൻ? നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഓ ഗോഡ്, സോറി. ഞാൻ ഗോഡ്വിൻ. അവള് എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? സോറി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ അന്വേഷിക്കാറില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ അലൻ എത്തിയോ? ഗോഡ്വിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പറയാറില്ലേ ഇവനെ പറ്റി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. കോളേജിൽ മാത്രമല്ല കേട്ടോ, കുറച്ചുനാൾ ഒരുമിച്ച് ഞങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഇവൾ വനിതാ ജയിലിലും ഞാൻ സെൻട്രൽ ജയിലിലുമായിരുന്നു സുഖവാസം. എന്നുള്ള വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേടി? യെസ് യെസ്. എന്തു പറയാനാ, ജയിലിലൊന്ന് സുഖം പിടിച്ച് വന്നപ്പോഴേക്കും നമ്മളിങ്ങി പറഞ്ഞു വിട്ടില്ലേടാ. അലന് ചായ എടുക്കട്ടെ? നിനക്ക് വേണോ? ഏയ്, ഞാൻ ഇറങ്ങുവാ. ഓക്കെ അലൻ, നൈസ് ടു മീറ്റ് യു. ഓക്കെ, ബൈ ബൈ. എന്താ എന്റെ ഫ്രണ്ട് വന്നത് അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. നിന്റെ ഫ്രണ്ട്സ് വരുന്നതും പോകുന്നതൊക്കെ നിന്റെ ഇഷ്ടമല്ലേ? പക്ഷേ അവനെ നമ്മുടെ ബെഡ്റൂമിൽ വിളിച്ച് കയറ്റിയിരുത്തേണ്ട കാര്യമുണ്ട്. മിനിമം അത്രയ്ക്കെങ്കിലും മര്യാദ കാണിച്ചാൽ ഉപകാരം. അതിന് നമ്മുടെ ബെഡ്റൂം അല്ലല്ലോ, ഞാനും നിങ്ങൾ ഉറങ്ങുന്ന മുറി.
അത്രയല്ലേ അതിനർത്ഥമുള്ളൂ. നമ്മുടെ ബെഡ്റൂം എന്നൊക്കെ പറയുമ്പോ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് മാഷെ. എന്തർത്ഥം കൽപ്പിച്ചാലും ശരി, എനിക്കിത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇത് ആവർത്തിക്കരുത്. മൈൻഡ് ഇറ്റ്. അവൻ അവളെ ഒന്ന് കാണാൻ വന്നെന്ന് വെച്ച് എന്നതാണ് ഇത്ര വലിയ പൊടിപ്പുന്തെങ്കിലും വെച്ച് പറയാൻ? അവര് തമ്മിൽ പണ്ടേ പരിചയക്കാരാണ്. അപ്പോ ആ അടുപ്പം വെച്ച് അവരൊന്നും മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിങ്ങനെ പെരുപ്പിച്ച് കാട്ടി നീ എന്റെ മോളെ മോശക്കാരി ആക്കലടി ശവമേ. അടുപ്പവും കൂട്ടുകെട്ടും ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. പണ്ടത്തെ പോലെ അവളിപ്പോ കോളേജ് കുട്ടിയൊന്നും അല്ലല്ലോ. കെട്ടുകഴിഞ്ഞ ഒരുത്തിയല്ലേ. കെട്ട് കഴിഞ്ഞെന്ന് വെച്ച് പരിചയക്കാരെ കണ്ട മിണ്ടുകയും പറയുകയും ചെയ്യില്ലെന്നാണോ നിന്റെ കണ്ടുപിടുത്തം? എടി പോത്തെ, അവര് നിന്നെ പോലെ അടുക്കള നിറങ്ങി ശീലിച്ചവരല്ല. വിവരവും പരിഷ്കാരവും ഉള്ള കൂട്ടത്തിലാ. അപ്പൊ അതിൻ്റെതായ രീതിയിലായിരിക്കും അവർ ഇടപെടുന്നത്. അതിൽ നീ ഇങ്ങനെ കടന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട കാര്യം? ഞാൻ എന്നാ പറഞ്ഞാലും നിങ്ങൾ അവളുടെ പക്ഷത്തെ നിൽക്കൂ. അവൻ കോളേജിൽ നിന്ന് വന്ന് കയറുമ്പോ ആ പയ്യൻ അവരുടെ ബെഡ്റൂമിലായിരുന്നു. അത് കണ്ടോണ്ട് വന്ന അവന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്നാ പറഞ്ഞനെ? എന്നാ ഒക്കെ ആയാലും അവന് ഒരു പുരുഷനല്ലേ. സ്വന്തം കിടക്കറയില് കെട്ടിയോള് വേറൊരുത്തനുമായിട്ട് ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്നത് കാണേണ്ടി വരുമ്പോ ആർക്കായാലും അത് മനസ്സ് കലക്കുന്ന കാര്യം തന്നെയാ. ദേ, പറയുമ്പോ എന്നെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും നിൽക്കാതെ അവളെ നിങ്ങളായിട്ട് വിളിച്ചൊന്ന് ഉപദേശിക്കേ. സാധാരണ ഇതൊക്കെ അമ്മമാരാ പെങ്കൊച്ചുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നേ. ഇവിടെ എനിക്ക് ആ സ്ഥാനമൊന്നും അവള് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ കൂത്താട്ടമൊക്കെ ഒന്ന് കുറയ്ക്കാൻ മോളോട് അപ്പനായിട്ടൊന്ന് പറഞ്ഞാ മതി. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു കൊച്ചേ? നേരെ ഇത്രയായിട്ട് നിന്നെ കാണാത്തത് കൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. സോറി കമ്മേ, ആ CA സാറിന്റെ കുട്ടിക്ക് നാളെ മന്ത്ലി ടെസ്റ്റാ. അപ്പൊ കുറച്ച് കൂടുതൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതാ ഞാൻ ലേറ്റ് ആയത്. ഞാൻ വൈകിയതുകൊണ്ട് സുന്ദരമാമന് വരാൻ പറ്റിയില്ല അല്ലേ? അങ്ങനെ എങ്ങനെ വരും? ആ ഗർഭിണി കൊച്ചിനെ തനിച്ചാക്കിയിട്ട് വരാൻ പറ്റുമോ? അതുകൊണ്ട് കൊടുക്ക ഞാൻ ഒറ്റയ്ക്ക് പോന്നു. ആട്ടിയ മാവില്ലെങ്കിൽ ഇന്ന് തുറക്കണ്ടെന്നാ വിചാരിച്ചത്. ഒരു ചായ എടുക്കാൻ പറ്റി? അയ്യോ, പാല് തീർന്നു സാറേ. കട്ടൻ മതിയാ? മതി. ആ, നീ ആ സത്യപ്രകാശ് മേനോന്റെ മോളല്ലേടി? എന്താടി ചോദിച്ചത് കേട്ടില്ലേ? അതെ. ആ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാ. നിനക്ക് എന്നെ മനസ്സിലായോ? നിന്റെ അച്ഛൻ ആ പരമ തെണ്ടിയുണ്ടല്ലോ, അവന്റെ പഞ്ചാര വാക്കും കേട്ട് പ്രകാശം ഫിനാൻസിൽ കൊണ്ടുപോയി 10-20 ലക്ഷം രൂപയിട്ട് ഒടുക്കം മുതലും പലിശയെ അക്കടി പറ്റിയ ഒരു പാവം പാർട്ടിയാ പവിത്രൻ. ദുബായ് പവിത്രൻ എന്ന് പറഞ്ഞാലേ ഒരുവിധം എല്ലാവർക്കും അറിയാം. നിന്റെ തന്ത ചാവുന്നതിന്റെ തലേന്ന് കാശ് ചോദിച്ച് ഞാൻ അവന്റെ ബാങ്കിൽ പോയിരുന്നു. അപ്പൊ അവൻ നിന്റെ തള്ള ഇറക്കി എനിക്കൊരു വാക്ക് തന്നിരുന്നു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ എന്റെ 20 ലക്ഷവും പലിശയും പുഴുങ്ങി ഇലയെ വെച്ച് തരാമെന്ന്. അത് നമ്പിപ്പോയ ഞാനേ പിറ്റേന്ന് കാണുന്നത് രണ്ടും കൂടി ചത്ത് മലന്ന് കിടക്കുന്നതാ. അങ്ങനെ എന്റെ 20 ലക്ഷം സ്വാഹ. മരിച്ചുപോയവരെ കുറിച്ച് അല്പം മാന്യമായി സംസാരിക്കണം സർ. അയ്യോ എടി മോളെ, പവിത്രം പണ്ടേ തറയാ. ദുബായ് പവിത്രനാകുന്നതിന് മുമ്പേ കമ്പോളത്തിലെ ചുമട്ടുകാരനായന്റെ ഗുണമാത്. മേനോൻ സാറിന്റെ മോളൊരുത്തി ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടെന്നേ പൂക്കാടനച്ചാൻ പറഞ്ഞായിരുന്നു. അന്ന് മുതലേ നിന്നെ ഞാനൊന്ന് തപ്പി നടക്കായിരുന്നു. ഏതായാലും നല്ല സമയത്താ നീ എന്റെ മുമ്പിൽ ചാടിയത്. അതെ, പലിശ ഞാനങ്ങ് വേണ്ടാന്ന് വെക്കും. പക്ഷെ നിന്റെ തന്തയ്ക്ക് കൊടുത്ത ആ 20 ലക്ഷം ഉണ്ടല്ലോ, അതെനിക്ക് തിരിച്ചു വേണം. അത് തന്നേ പറ്റൂ. സർ, ഞാൻ എങ്ങനെയാ അത്രയും വലിയൊരു തുക? ഇപ്പൊ തന്നെ ജീവിക്കാൻ വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാ ഞാൻ ഈ തൊഴില്. നിന്റെ ഞഞ്ഞാപിഞ്ഞാ വർത്താനൊന്നും കേൾക്കണ്ട. ഞാൻ മുടക്കിയ കാശ് നീ കിട്ടണം. തന്ത കൈനീട്ടി വാങ്ങിയതേ മോൾക്ക് വന്നാലെന്താ? അതെന്ത് മര്യാദയായിട്ട് വർത്താനോ സാറേ? 10-25 ലക്ഷം രൂപ ഈ കൊച്ച് എങ്ങനെ തരാനാ? അതും പോരാത്തതിന് ഈ കൊച്ച് സാറിന്റെ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. തള്ളേ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. കാശേ ഒന്നിച്ചു തരണമെന്നും ഞാൻ പറയില്ല. ദിവസവും 1000 രൂപ വെച്ച് എനിക്ക് കിട്ടണം. നീ വിചാരിച്ച അതിൽ കൂടുതൽ തരാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പൊ അങ്ങനെ അങ്ങ് തുടങ്ങാം. നീ ഫീൽഡിൽ ക്ലച്ച് പിടിക്കുമ്പം ഞാൻ എമൗണ്ട് ഒന്ന് കൂട്ടാം.